മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന കണ്ണനും മഹാലക്ഷ്മി നേരെ നമ്മുടെ കരുണാലയത്തിലേക്കാണ് പോകുന്നത്. കാരണം അവിടെ പ്രതാപനും മുത്തശ്ശിയൊന്നും ഇപ്പോൾ ഇല്ലല്ലോ, ഹോസ്പിറ്റലിലല്ലേ. അപ്പം മോഹിനിയമ്മയെ കണ്ട് സന്തോഷ വാർത്തയൊന്ന് അറിയിച്ചതിന് ശേഷം പോകാമെന്ന് വിചാരിച്ചു. കാരണം ഇതുവരെ മോഹിനിയമ്മയ്ക്ക് സത്യങ്ങളൊന്നും അറിയത്തില്ല. അതായത് കണ്ണൻ ഇത്രയും വലിയ മാറ്റം ഉണ്ടായ കാര്യം നേരിൽ തന്നെ അറിയിക്കാമെന്നുള്ളൊരു സന്തോഷത്തിലാണ് കണ്ണനും മഹാലക്ഷ്മിയും. അങ്ങനെ വിശ്വാസമുള്ള കുറച്ച് പേരുടെ മാത്രം സത്യങ്ങൾ തുറന്നു പറയുന്നു. അതായത് സാഗർ, തൻ്റെ വിശ്വസ്തനായ കാർ ഡ്രൈവർ, അനന്തു, ലേഖ, മാർക്കോ, തോമസ് വൈദ്യർ, അങ്ങനെ കുറച്ച് പേർക്ക് മാത്രം സത്യങ്ങൾ അറിയാം. കരുണാലയത്തിലെത്തി വണ്ടി നിർത്തിയതിന് ശേഷം നമ്മുടെ മഹാലക്ഷ്മിയാണെങ്കിൽ കണ്ണനോട് പറയുന്നു, എന്തായാലും കണ്ണേട്ട, എൻ്റെ രണ്ടാനച്ഛനും മുത്തശ്ശിയൊന്നും ഇപ്പോൾ ഈ വീട്ടിലില്ല. എങ്കിലും കണ്ണേട്ടൻ നടന്നു വരണ്ട, വീൽ ചെയറിൽ മാത്രം വന്നാൽ മതി. ഇനി അയൽക്കാരും കാണാൻ കണ്ട് അവരോടും കാണാൻ സത്യം തുറന്നു പറഞ്ഞാൽ അതോടെ പ്രശ്നമാകില്ലേ. അത് മനസ്സിലാക്കി കണ്ണനാണെങ്കിൽ വീൽ ചെയറിൻ്റെ സഹായത്തോടെ വരുന്നത് കണ്ടിട്ട് മോഹിനിയമ്മയ്ക്ക് ഭയങ്കര സങ്കടമാകുന്നുണ്ട്. രണ്ട് കണ്ണുകളും നിറഞ്ഞ് മനസ്സിലാലോചിക്കുന്നു. തോമസ് വൈദ്യർ വാക്ക് പറഞ്ഞിരുന്നല്ലോ, കണ്ണൻ്റെ പിറന്നാൾ ദിവസം വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ദിവസം എന്തായാലും ഒരു മാറ്റം ഉണ്ടായിരിക്കും, കണ്ണന് എണീറ്റ് നടക്കാനാകുമെന്ന്. എന്നിട്ട് ഇപ്പോഴും വീൽ ചെയറിലാണല്ലോ മോൻ വരുന്നത്. അപ്പോൾ ഇത്തവണത്തെ ചികിത്സയിൽ യാതൊരു പുരോഗതിയും ഉണ്ടായില്ലേ എന്നൊക്കെ ആലോചിച്ച് വിഷമിക്കുന്ന സമയത്ത് നമ്മുടെ മഹാലക്ഷ്മിക്കും കണ്ണനും മോഹിനിയമ്മയുടെ മുഖം കണ്ടപ്പോഴേ കാര്യം മനസ്സിലാകുന്നുണ്ട്. അമ്മ എന്താ വിഷമിച്ചിരിക്കുന്നത്? ഒന്നുമില്ല മോളെ, അകത്തേക്ക് വാ, ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു, നിങ്ങൾ വരുമെന്ന് പറഞ്ഞപ്പോൾ കണ്ണമ്മോന് ശരിക്കും മാറ്റമുണ്ടായെന്ന് വിചാരിച്ചു. കണ്ണമ്മോൻ നടന്നായിരിക്കും വരുന്നതെന്ന് ഞാൻ ചുമ്മാ ആശിച്ചു പോയെന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നത് കണ്ടിട്ട് അമ്മയുടെ ആഗ്രഹം ഒന്നും തെറ്റിയിട്ടില്ലമ്മ. എന്താ നടന്നതെന്നുള്ള കാര്യം അകത്ത് ചെന്നതിന് ശേഷം പറയാമെന്ന് പറഞ്ഞ് അകത്ത് ചെന്ന് വീൽ ചെയറിൽ നിന്നും കണ്ണനാണെങ്കിൽ എണീക്കുന്നുണ്ട്. അത് കണ്ട് മോഹിനിയമ്മയ്ക്ക് വിശ്വസിക്കാനാകുന്നില്ല. എണീറ്റ് പിച്ച വെച്ച് നടക്കുന്നത് പോലെ നടക്കുന്നു. നടക്കുമ്പം ചെറുതായിട്ട് തട്ടി വീഴാനൊക്കെ പോകുന്നുണ്ട്. എനിക്ക് പിച്ച വെച്ച് നടക്കാനാകുമെന്നും മറ്റൊരാളുടെ സഹായമില്ലാതെ തനിയെ തന്നെ ഇങ്ങനെ നടക്കാനാകുമെന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് മോഹിനിയമ്മയ്ക്ക് സന്തോഷം കൊണ്ട് കൈ കൂപ്പുന്നുണ്ട്. മുത്തശ്ശിയും പ്രതാപനും ഇവിടെ ഇല്ലെന്ന് അറിഞ്ഞിട്ടും മോൻ വീൽ ചെയറിൽ വരുന്നത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും കരുതി മോനൊരു മാറ്റം ഉണ്ടായില്ലെന്ന്. പിന്നെ എന്തിനാ വീൽ ചെയറിൽ വന്നതെന്ന് ചോദിക്കുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, അടുത്തുള്ള വീട്ടുകാരും കാണും കണ്ട് ഇനി മുത്തശ്ശിയോടോ പ്രതാപനോടും കാണും സത്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതോടെ നമ്മൾ ഈ മറച്ചു വെക്കുന്നതിന് യാതൊരു അർത്ഥവും ഇല്ലാതായി പോകില്ലേ. അത് ശരിയാ മോളെ, ഞാനത് ആലോചിച്ചില്ല. എന്നാലും എൻ്റെ കുഞ്ഞിന് നടക്കാൻ സാധിച്ചല്ലോ. ഇപ്പോൾ കുറച്ച് നടക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അധികം താമസിക്കാതെ അതൊക്കെ ശരിയായിക്കോളും. കരുണമോളെ പോലെ എൻ്റെ മഹാലക്ഷ്മി മോൾക്കും നല്ലൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാകുമെന്ന് ഈ അമ്മയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. അത്രമാത്രം മനസ്സുരുക്കി ദേവിയെ വിളിച്ചിട്ടുണ്ട് ഈ അമ്മ. അധികം താമസിക്കാതെ മോനും മോക്കും ഒരു കുഞ്ഞും ജനിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ മഹാലക്ഷ്മിക്ക് സന്തോഷമാകുന്നു. എന്തായാലും നിങ്ങൾ ഇവിടേക്ക് ചുറ്റി നടന്നെന്ന് കാണ്. വീൽ ചെയറിൻ്റെ സഹായത്തോടല്ലേ ഇവിടെയൊക്കെ നടന്നിട്ടുള്ളൂ. ഇനി സ്വന്തം കാൽപാദങ്ങൾ ചലിപ്പിച്ചുകൊണ്ട് നടക്കാൻ പറയുന്നു. മാത്രമല്ല ആ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് കഴിക്കാൻ ഫുഡ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് മോഹിനിയമ്മ അങ്ങ് പോകുമ്പോഴത്തേക്കും മുറ്റത്തൊക്കെ നടക്കുന്നുണ്ട് കണ്ണൻ്റെ കൈയും പിടിച്ച് മഹാലക്ഷ്മി. അടുത്തെങ്ങും വീടില്ലാത്ത ആ സ്ഥലം നോക്കിയാണ് നടക്കുന്നത്. എന്നാൽ ആ സമയത്താണെങ്കിൽ നമ്മുടെ മുത്തശ്ശിയും പ്രതാപനും ഹോസ്പിറ്റലിൽ നിന്നും നേരെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ആ സൗണ്ട് കേട്ടിട്ട് മോഹിനിയമ്മ പുറത്തു വന്ന് നോക്കുന്നു. എങ്കിലും മുത്തശ്ശിയും പ്രതാപനെയും കണ്ട് പേടിച്ചകത്തേക്ക് ഓടുന്നു. അത് കണ്ടപ്പോൾ പ്രതാപന് ചില സംശയങ്ങൾ തോന്നുന്നു. അവളെന്താ അമ്മ നമ്മളെ കണ്ടപ്പം പേടിച്ചോടിയത്? നീ അറിയാതെ വല്ല രഹസ്യക്കാരനും അവൾ കൊണ്ടോടാ? അവനെങ്ങാണ് അകത്ത് കയറ്റി വെച്ചിട്ടുണ്ടോ? നമ്മൾ വരുന്നതിന് വിട്ട് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടാണോ ഓടുന്നതെന്നൊക്കെ ഒരുമാതിരി കുത്തി പറയുന്നുണ്ട് മുത്തശ്ശി. അങ്ങനെ പ്രതാപനും മുത്തശ്ശിയും അകത്തേക്ക് വരുമ്പോഴത്തേക്കും കാണുന്നത് കണ്ണൻ്റെ വീൽ ചെയറാണ്. കണ്ണൻ്റെ വീൽ ചെയറും മുറ്റത്ത് കാറും കിടക്കുന്ന കണ്ടപ്പോൾ മനസ്സിലാകുന്നുണ്ട് കമലേശ്വരത്തെ കണ്ണനും മഹാറാണിയും ഇവിടെ എത്തിയിട്ടുണ്ടെന്ന്. ആ സമയത്ത് മോഹിനിയമ്മ ഓടിച്ചെന്ന് നമ്മുടെ കണ്ണനോടും മഹാലക്ഷ്മിയോടും പറയുന്നുണ്ട്, മോനെ, മുത്തശ്ശിയും പ്രതാപനും വന്നിട്ടുണ്ട്. അവരുടെ കണ്ണിൽ പെടാതെ എങ്ങനെയെങ്കിലും മറഞ്ഞു നിൽക്കാൻ നോക്ക്. ഞാൻ അവരെ എങ്ങനെയെങ്കിലും പറഞ്ഞു മാറ്റാം എന്ന് പറഞ്ഞ് മോഹിനിയമ്മ അങ്ങ് പോകുമ്പോഴത്തേക്കും അവരുടെ കണ്ണിൽ പെടാതെ മറഞ്ഞു നിൽക്കുന്നുണ്ട് കണ്ണനും മഹാലക്ഷ്മിയും. അങ്ങനെ ഓടി ചെല്ലുമ്പോഴത്തേക്കും പ്രതാപനാണെങ്കിൽ മുത്തശ്ശിയോട് പറയുന്നു, വീൽ ചെയറും മുറ്റത്ത് കാറും കിടപ്പുണ്ട്, പക്ഷേ കണ്ണനെ കാണാനില്ല. ഇനി ശരിക്കും അവൻ നടക്കാൻ തുടങ്ങിയോ അമ്മ? അവനെ കാണുന്നില്ല, അവൻ നടന്നു പോയതായിരിക്കുമോ? അങ്ങനെയൊക്കെ സംശയപ്പെടുന്നു. അതേസമയം സാഗറാണെങ്കിൽ മഞ്ജുവിനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നു. അതായത് തൻ്റെ കണ്ണാലെ താൻ കണ്ട സത്യങ്ങൾ. കണ്ണേട്ടന് ഇപ്പോൾ നടക്കാനാകും. തൻ്റെയും മഹാലക്ഷ്മിയുടെയും
പ്രാർത്ഥനകൾക്ക് ഒരു ഫലം കണ്ടെന്നും കണ്ണേട്ടൻ പരസഹായമില്ലാതെ നടക്കാൻ തുടങ്ങി എന്നൊക്കെ പറയുമ്പം മഞ്ജുവിന് ഒരുപാട് സന്തോഷവും സങ്കടമൊക്കെ ആകുന്നു. എൻ്റെ കണ്ണേട്ടനെ ഇത്രയും പെട്ടെന്ന് നടക്കാനാകുമെന്ന് ഞാൻ ശരിക്കും വിചാരിച്ചില്ല. എനിക്കിപ്പോൾ തന്നെ എൻ്റെ കണ്ണേട്ടനെ കാണാൻ തോന്നുന്നു. നമുക്കൊന്ന് പോയാലോ എന്ന് ചോദിക്കുമ്പം അതിനെന്താ, നമുക്ക് പോകാം. പക്ഷേ കമലേശ്വരം വീട്ടിലേക്ക് പോയി അവരെ കാണാൻ പറ്റില്ലല്ലോ. അവരെ കണ്ടു കഴിഞ്ഞാൽ തൻ്റെ അമ്മയ്ക്കും ചേട്ടനൊന്നും അതിഷ്ടപ്പെടില്ല. നമുക്ക് പുറത്തെവിടെയെങ്കിലും വെച്ച് കണ്ണനെയും മഹാലക്ഷ്മിയും കാണാമെന്ന് വാക്ക് കൊടുക്കുന്നുണ്ട്. സാഗർ മാത്രമല്ല, തന്നോടിപ്പം കണ്ണനും മഹാലക്ഷ്മിക്കും യാതൊരു പിണക്കവും പരിഭവവും ഇല്ല. പണ്ട് എന്നെ ജോലിക്കെടുത്ത സമയത്ത് അവരെന്നോട് എത്രമാത്രം സ്നേഹവും പരിഗണനയും കാണിച്ചു, അതുപോലെ തന്നെയാണ് ഇപ്പം പെരുമാറുള്ളതെന്നൊക്കെ പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, എനിക്ക് ഉറപ്പായിരുന്നു സാഗരേട്ടൻ്റെ നിരപരാധിത്വം അധികം താമസിക്കാതെ എൻ്റെ കണ്ണേട്ടനും ഏട്ടത്തിക്കും മനസ്സിലാകുമെന്ന്. പക്ഷേ എൻ്റെ അമ്മയും ഏട്ടനും ആ കരുണേട്ടത്തിയും നമ്മുടെ സ്നേഹവും നിരപരാധിത്വവും മനസ്സിലാക്കിയാൽ പോലും നമ്മളെ അംഗീകരിക്കില്ല. അവർക്ക് സ്വത്തും പണവും മാത്രമല്ല ഈ പ്രാധാന്യം. അതിനിടയ്ക്ക് സ്നേഹബന്ധങ്ങൾക്ക് യാതൊരു വാല്യൂയും കൊടുക്കില്ലല്ലോ. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാരെയല്ല എൻ്റെ കണ്ണേട്ടനും മഹാലക്ഷ്മി ഏട്ടത്തിയും. സ്നേഹമുള്ളവരാ. അതുകൊണ്ട് നമ്മളെ അവർ മനസ്സിലാക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു. അപ്പം മുത്തശ്ശിയും പ്രതാപനും കണ്ണനെയും മഹാലക്ഷ്മിയെ കയ്യോടെ പൊക്കുമോ ഇല്ലയോ എന്ന് കാത്തിരിക്കാം. പ്രൊമോയിൽ ഇങ്ങനെ കാണിക്കുന്നു എങ്കിലും ഉറപ്പായിട്ടും മുത്തശ്ശിയും പ്രതാപനും സത്യങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നില്ല. മോഹിനിയമ്മ എന്തെങ്കിലും ഒരു കള്ളത്തരം പറഞ്ഞ് അവരെ വിശ്വസിപ്പിക്കും.